അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മദ്രസ തലത്തിൽ പൊതുപരീക്ഷയും വാർഷിക പരീക്ഷയും സ്കൂൾ തലത്തിൽ വാർഷിക പരീക്ഷയും എല്ലാം നമ്മിലേക്ക് വരാൻ പോവുകയാണ്. അതിനു മുമ്പായി പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ആത്മീയ അമലുകളാണ് പറയുന്നത്. പരീക്ഷാ സംബന്ധമായ പഠന സംബന്ധമായ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് നോക്കി സ്റ്റുഡന്റ് കോർണർ എന്ന ഭാഗം നോക്കുക. പരീക്ഷാ ഹാളിൽ എത്തിയാൽ പരീക്ഷാ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. പരീക്ഷ എഴുതും മുമ്പ് ഈ അമൽ എല്ലാ കുട്ടികളും ചെയ്യുക. ആദ്യം 3 തവണ അറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുക. ശേഷം 11 തവണ താഴെ പറയുന്ന സൂറത്തുൽ ബഖറയിലൂടെ മലക്കുകൾ പറഞ്ഞ ഈ വാചകം ചൊല്ലുക. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. 11 തവണ ചൊല്ലുക. ശേഷം 11 പ്രാവശ്യം തന്നെ യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് 11 തവണ ചൊല്ലുക. വിജയം നൽകുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. അവസാനം ഈ ഖുർആനിക വചനം വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ 7 തവണ ഓതുക. അവസാനം 3 പ്രാവശ്യം ആദ്യം ചൊല്ലിയതുപോലെ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതെല്ലാം ചൊല്ലിയ ശേഷം ചോദ്യപേപ്പർ നോക്കി ഉത്തരങ്ങൾ എഴുതാൻ ആരംഭിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അദൃശ്യ സഹായം ലഭിക്കുമെന്ന് മുജറബാത്ത് മശായിഖ് നഖ്ശബന്ദി എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു. പരീക്ഷ വരുന്നത് കൊണ്ട് പരമാവധി എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും അറിയുന്ന കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.